Hi all. In this video, we are going to learn some important current affairs. 2024-2025 important current affairs ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഹു വോൺ ദ ചെസ് ഇ സ്പോർട്സ് വേൾഡ് കപ്പ് 2025? ചെസ് റിലേറ്റഡ് ആണ്. ചെസ് ഇ സ്പോർട്സ് ആരാണ് വിജയിച്ചത് 2025? ദ ആൻസർ ഈസ് മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസൺ ആണ് ഇത് വോൺ ചെയ്തത്. ആൻഡ് ഈ ചെസ് ഇ സ്പോർട്സ് 2025 ഇറ്റ്സ് വേൾഡ് കപ്പ്. ഓക്കെ, ചെസ് ഇ സ്പോർട്സ് വേൾഡ് കപ്പ് 2025 വെന്യൂ എന്ന് പറയുന്നത് സൗദി അറേബ്യ, റിയാദ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ 2025 ചെസ് വേൾഡ് കപ്പ്? 2025 ചെസ് വേൾഡ് കപ്പ് ഏത് കൺട്രിയിലാണ് നടക്കാൻ പോകുന്നത്? ആൻസർ ഈസ് ഇന്ത്യ. ഇന്ത്യ ഇസ് ദ ആൻസർ. And India to host FIDE Chess World Cup 2025. India will host the Chess World Cup 2025 scheduled for October 30 to November 27. And next question, what was the slogan for Paris Olympics 2024? Paris Olympics 2024 slogan എന്താണ്? The answer is Games Wide Open. Games Wide Open. That's the official slogan for Paris 2024 Olympics. Next question, who was awarded the Men's International Cricketer of the Year at the Sea Cricket Award 2024? ആരാണ് ഈ അവാർഡ് നേടിയത്? The answer is രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയായിരുന്നു ഈ അവാർഡ് നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇരുന്നൊന്ന് കാണുക. ഇൻ കേസ് എന്തെങ്കിലും വന്നാൽ നമുക്ക് ഓർക്കാം. ആൻഡ് നോട്ട്സ് ഒന്നും എഴുതാൻ നിൽക്കില്ലിനി. യു ക്യാൻ ജസ്റ്റ് ഹിയർ ഇറ്റ്. ഹു വാസ് ഇലക്റ്റഡ് ICC ചെയർമാൻ ഇൻ ഓഗസ്റ്റ് 2024? ആരാണ് ഓഗസ്റ്റ് 2024 ഇലക്ട് ചെയ്യപ്പെട്ട ICC ക്രിക്കറ്റ് റിലേറ്റഡ് ആണ് ചെയർമാൻ? ആൻസർ ഈസ് ജെ ഷാ. ജെ ഷാ ആണ് ഇലക്ട് ചെയ്ത വ്യക്തി. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, ഹു വോൺ ഇന്ത്യാസ് ഫസ്റ്റ് മെഡൽ അറ്റ് ദ ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് 2025? ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയെടുത്ത ഫസ്റ്റ് ഇന്ത്യൻ? ആൻസർ ഈസ് രമേശ് ബുഡിഹാൾ. രമേശ് ബുഡിഹാൾ ആണ് ആൻസർ. ആൻഡ് ഹി വോൺ ബ്രോൺസ് ആണ് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി വോൺ ബോത്ത് മെൻസ് ആൻഡ് വുമൻസ് ഹോക്കി ടൈറ്റിൽ? മെൻസും വുമണും ഉണ്ട്. അറ്റ് ദ 2025 പാൻ അമേരിക്കൻ കപ്പ്. പാൻ അമേരിക്കൻ കപ്പിൽ മെൻസിൻ്റെയും വുമൺസിൻ്റെയും ടൈറ്റിൽ നേടിയ കൺട്രി ഏതാണ്? ദ ആൻസർ ഈസ് അർജൻറ്റീന. അർജൻറ്റീനയാണ് നേടിയത്, മീനിങ് ഗോൾഡ് മെഡൽ ഇൻ ബോത്ത് കാറ്റഗറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മെഡൽസ് ഡിഡ് ഇന്ത്യ വിൻ അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2025? പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? ദ ആൻസർ ഈസ് 6. ഇന്ത്യക്ക് 6 മെഡലാണ് കിട്ടിയത്. 1 സിൽവറും 5 ബ്രോൺസും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അത്ലറ്റ് വോൺ സിൽവർ ഇൻ മെൻസ് ഡിസ്കസ് ത്രോ അറ്റ് പാരീസ് പാരാ ഒളിമ്പിക്സ് 2024? ആരാണ് സിൽവർ ഇൻ മെൻസ് ഡിസ്കസ് ത്രോ കിട്ടിയത്? യോഗേഷ് ഖാദുനിയ. ഓക്കെ, ഹി വോൺ സിൽവർ മെഡൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വോൺ ദ ICC മെൻസ് T20 വേൾഡ് കപ്പ് 2024? ഇതെല്ലാവർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും. ആൻസർ ഈസ് ഇന്ത്യ. ആൻഡ് ഇന്ത്യ ഡിഫീറ്റഡ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Who was the flag bearer for India at the Paris 2024 Olympics opening ceremony? ഓപ്പണിംഗ് സെറമണിയിൽ ആരായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഫ്ലാഗ് ബെയർ ചെയ്ത വ്യക്തി? പി വി സിന്ധു. ആൻഡ് ദർ ഈസ് വൺ മോർ പേഴ്സൺ, പി വി സിന്ധു ആൻഡ് ശരത് കമാൽ. രണ്ടുപേരും ഉണ്ട്, പി വി സിന്ധും ശരത് കമാലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who won the Wimbledon 2025 men's singles title? മെൻസ് സിംഗിൾ ടൈറ്റിൽ നേടിയത് ആരാണ് വിംബിൾഡൺ 2025? ജാനിക് സിന്നർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടീം won the IPL 2025 ടൈറ്റിൽ? IPL 2025 ടൈറ്റിൽ നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇസ് ദ ആൻസർ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ സ്പോർട്സ് കഴിഞ്ഞു. ഇനി നമ്മൾ സമ്മിറ്റ്സ് ആൻഡ് കോൺഫറൻസസ് ആണ് നോക്കുന്നത്. വേർ വാസ് ദ ആയുഷ് മെഡിക്കൽ വാല്യൂ ട്രാവൽ സമ്മിറ്റ് 2024 ഹെൽഡ്? ആയുഷ് മെഡിക്കൽ വാല്യൂ ട്രാവൽ സമ്മിറ്റ് 2024 എവിടെയാണ് നടന്നത്? മുംബൈ ഇസ് ദ ആൻസർ. Which country hosted the G7 summit in 2025? G7 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്ത കൺട്രി ഏതാണ്? G7 സമ്മിറ്റ് 2025 നടന്നത് കാനഡയിലാണ്. കാനഡ ഈസ് ദ ആൻസർ. ആൻഡ് 2024 നടന്നത് ഇറ്റലിയിലായിരുന്നു. G7 സമ്മിറ്റ് 2024 ഇറ്റലിയിലാണ് നടന്നത്. Where was the 8th Indian Ocean Conference held in February 2025? ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് നടന്നത് ഒമാനിലാണ്. ഒമാൻ. നെക്സ്റ്റ് വൺ, ലൊക്കേഷൻ ഓഫ് COP30 UN Climate Change Conference 2025. COP30 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2025 നടന്നത് ബെലം, ബ്രസീലിലാണ് നടന്നത്. വേർ വാസ് ദ 2025 ബ്രിക്സ് സമ്മിറ്റ് ഹെൽഡ്? 2025 ബ്രിക്സ് സമ്മിറ്റ് നടന്നത് ബ്രസീലിലാണ്. 2024 ബ്രിക്സ് സമ്മിറ്റ് നടന്നത് റഷ്യയിൽ. Next question, which Indian city hosted the Global Maritime India Summit 2024? ഗ്ലോബൽ മാരിടൈം ഇന്ത്യ സമ്മിറ്റ് 2024 നടന്നത് മുംബൈയിലാണ്. മുംബൈ ഇസ് ദ ആൻസർ. വിച്ച് കൺട്രി ഹോസ്റ്റഡ് G20 സമ്മിറ്റ് 2024? G20 സമ്മിറ്റ് 2024 നടന്നത് ബ്രസീലിലാണ്. ആൻഡ് G20 സമ്മിറ്റ് 2025 നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ വരാം. ബ്രിക് സമ്മിറ്റും G20 സമ്മിറ്റും തമ്മിൽ. ബ്രിക് സമ്മിറ്റ് 2025 നടക്കുന്നത് ബ്രസീലിലാണ്. 2025 ബ്രിക് സമ്മിറ്റ് നടക്കുന്നത് ബ്രസീലിൽ. 2025 G20 സമ്മിറ്റ് നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലും. ബ്രിക് സമ്മിറ്റ് 2025 നടക്കുന്നത് ബ്രസീലിലും. G20 സമ്മിറ്റ് 2025 നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലുമാണ്. ഇത് 2024 G20 സമ്മിറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്രിക്കൻ യൂണിയൻ ബിക്കം എ പെർമനൻറ്റ് മെമ്പർ ഓഫ് G20 in which summit? ആഫ്രിക്കൻ യൂണിയൻ ബിക്കം എ പെർമനൻറ്റ് മെമ്പർ ഓഫ് G20. അത് ഏത് വർഷമാണ് നടന്നത്? അത് ഇന്ത്യയിൽ വെച്ചായിരുന്നു. 2023 ഡൽഹി സമ്മിറ്റിലാണ് ആഫ്രിക്കൻ യൂണിയൻ ബിക്കം എ പെർമനൻറ്റ് മെമ്പർ ഓഫ് G20 സമ്മിറ്റ്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് ദ SCO ഹെഡ് ഓഫ് സ്റ്റേറ്റ് സമ്മിറ്റ് 2024 ഹെൽഡ്?
SCO ഹെഡ് ഓഫ് സ്റ്റേറ്റ് സമ്മിറ്റ് 2024 നടന്നത് കസാഖ്സ്ഥാൻ അസ്താന. ഓക്കെ, ദാറ്റ്സ് ദ ആൻസർ. വെന്യൂ ഓഫ് വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ്. എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ് നടന്നത് സ്വിറ്റ്സർലാൻഡിലായിരുന്നു. സ്വിറ്റ്സർലാൻഡ് ഈസ് ദ ആൻസർ. എക്കണോമിക് ഫോറം ആനുവൽ മീറ്റ് നടന്നത് സ്വിറ്റ്സർലാൻഡിലാണ് 2025. ഓക്കെ, ഇനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് നോക്കാം. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. ഹു വോൺ ദ 2024 ജ്ഞാനപീഠ അവാർഡ്? 2024 ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2024 ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. പ്രൊമിനൻറ്റ് ഹിന്ദി റൈറ്റർ ഹോണേർഡ് വിത്ത് ഇന്ത്യാസ് ഹയസ്റ്റ് ലിറ്റററി അവാർഡ്. ഓക്കെ, അതാണ് ജ്ഞാനപീഠ അവാർഡ്. വിനോദ് കുമാർ ശുക്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു റിസീവ്ഡ് ദ ലതാ മങ്കേഷ്കർ അവാർഡ് ഇൻ 2025? ലതാ മങ്കേഷ്കർ അവാർഡ് 2025 കിട്ടിയത് ആർക്കാണ്? കുമാർ മംഗളം ബിർളയാണ് ആൻസർ. കുമാർ മംഗളം ബിർളയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, ലതാ മങ്കേഷ്കർ അവാർഡ് 2025 കുമാർ മംഗളം ബിർള. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് കൺഫേർഡ് ദ നിഷാൻ-ഇ-ഇംതിയാസ് അവാർഡ് ബൈ പാകിസ്ഥാൻ ഇൻ 2025? നിഷാൻ-ഇ-ഇംതിയാസ് അവാർഡ് പാകിസ്ഥാൻ നൽകുന്ന ഒരു അവാർഡാണ്. അത് ആർക്കാണ് ലഭിച്ചത്? 2025 ലഭിച്ചത് ആർക്കാണ്? ദ ആൻസർ ഈസ് ജനറൽ മൈക്കിൾ ഇ കുരുള. ഇത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. US ജനറൽ അവാർഡ് ഫോർ സ്ട്രെങ്തനിങ് ഡിഫൻസ് ടൈസ്. This award was given in recognition of his contribution to strengthening military cooperation and counter-terrorism effort between Pakistan and the US. Next question. Who won the Nobel Peace Prize 2024? Nobel Prize 2024 പീസിനുള്ള സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് 2024 ലഭിച്ചത് ആർക്കാണ്? ദ ആൻസർ ഈസ് നിഹോൺ ഹിഡാക്യോ. ഒരു ജാപ്പനീസ് ഓർഗനൈസേഷനാണ്. റെപ്രസെൻറ്റ് സർവൈവേഴ്സ് ഓഫ് ദ ഹിറോഷിമ ആൻഡ് നാഗസാക്കി അറ്റോമിക് ബോംബിംഗ് നോൺ ആസ് ഹിബാകുഷ. ഓർത്തു വെച്ചോണം. പീസിനുള്ള നോബൽ പ്രൈസ് 2024 ലഭിച്ചത് നിഹോൺ ഹിഡാങ്ക്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ 2025 ഈസ്? യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ 2025 ഏതാണ്? ബ്രസീൽ ഈസ് ദ ആൻസർ. Designated for Book and Cultural Promotion. UNESCO World Book Capital 2025 ബ്രസീലിനാണ്. Designated for Book and Cultural Promotion. Next question. Who received Bharat Ratna in 2024 posthumously? മരണശേഷം ഭാരത് രത്ന ലഭിച്ച വ്യക്തി ആര്? 2024 ആൻസർ ഈസ് കർപ്പൂരി ഠാക്കൂർ. ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വോൺ ബെസ്റ്റ് ഡയറക്ടർ അറ്റ് നാഷണൽ ഫിലിം അവാർഡ് 2024? 2024 ബെസ്റ്റ് ഡയറക്ടർ ആയത് ആരായിരുന്നെന്ന്? നാഷണൽ ഫിലിം അവാർഡ് സൂരജ് ബർജാത്തെയാണ് 2024 ബെസ്റ്റ് ഡയറക്ടർ ആയിരുന്നത്. ഊഞ്ചൈ എന്ന ഫിലിമായിരുന്നു. 2025 ബെസ്റ്റ് ഡയറക്ടർ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നതാണ്. ബെസ്റ്റ് ഡയറക്ടർ അറ്റ് നാഷണൽ ഫിലിം അവാർഡ് 2025 കേരള സ്റ്റോറിയുടെ ഡയറക്ടറിനാണ് കിട്ടിയത്. ആരാണത്? സുദീപ്തോ സെൻ. നെക്സ്റ്റ് ഇനി നമ്മൾ തീംസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ് ആണ് നോക്കുന്നത്.
What was the theme of World Fair Play Day 19th May 2025? 2025 വേൾഡ് ഫെയർ പ്ലേ ഡേയുടെ തീം എന്താണ്? ആൻസർ ഈസ് ഫെയർ പ്ലേ ഫോർ ഓൾ, ബിൽഡിംഗ് എ കൾച്ചർ ഓഫ് റെസ്പെക്ട് ആൻഡ് ഇൻക്ലൂഷൻ. ഫെയർ പ്ലേ ഫോർ ഓൾ, building a culture of respect and inclusion is the theme of World Fair Play Day. Next question, International Day for Biological Diversity. International Day for Biological Diversity 2025-ന്റെ തീം എന്ത്? Theme is Harmony with Nature and Sustainable Development. Harmony with Nature and Sustainable Development is the theme of Biological Diversity. International Day for Biological Diversity theme. Harmony with Nature and Sustainable Development. എന്നാണ് ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി? മെയ് 22nd ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. തീം 2025 തീം എന്ന് പറയുന്നത് ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, തീം ഓഫ് ഇൻ്റർനാഷണൽ യോഗ ഡേ. ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗയുടെ തീം എന്തായിരുന്നു? 2025 ഇൻ്റർനാഷണൽ ഡേ ഫോർ യോഗയുടെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. എന്നാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ? ജൂൺ 21st. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. ജൂൺ 21st ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ. 2025 തീമാണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ 2025 തീം. എന്നാണ് വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ? ജൂൺ 5 അല്ലേ? അതിൻ്റെ തീം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ 2025 അതിൻ്റെ തീം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് സൊല്യൂഷൻ. എന്നാണ് വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ? ജൂൺ 5. നാഷണൽ വോട്ടേഴ്സ് ഡേ 2025ൻ്റെ തീം എന്ത്? നാഷണൽ വോട്ടേഴ്സ് ഡേ അതിൻ്റെ തീം എന്ന് പറയുന്നത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ്? ജനുവരി 26 നാഷണൽ വോട്ടേഴ്സ് ഡേ. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ ആണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വേൾഡ് ഹെൽത്ത് ഡേ. വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ്? ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ. അതിൻ്റെ 2025ൻ്റെ തീം എന്താണ്? ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ ആണ് വേൾഡ് ഹെൽത്ത് ഡേയുടെ 2025 തീം. ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ ആണ് വേൾഡ് ഹെൽത്ത് ഡേ 2025ൻ്റെ തീം. എന്നാണ് വേൾഡ് ഹെൽത്ത് ഡേ? ഏപ്രിൽ 7. നെക്സ്റ്റ് വൺ, വേൾഡ് വാട്ടർ ഡേ. മാർച്ച് 22. വേൾഡ് വാട്ടർ ഡേ 2025ൻ്റെ തീം എന്താണ്? ഗ്ലേസിയർ പ്രിസർവേഷൻ ആണ് ആൻസർ. ഗ്ലേസിയർ പ്രിസർവേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ, ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. അതെല്ലാവർക്കും അറിയാം, മാർച്ച് 8 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. അതിൽ 2025ൻ്റെ തീം എന്താണ്? വേൾഡ് വുമൻസ് ഡേ 2025 തീം വുമൻ ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാലിറ്റി എംപവർമെൻറ്റ്. അതാണ് ആൻസർ. ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാലിറ്റി എംപവർമെൻറ്റ്. ഇൻ്റർനാഷണൽ വുമൻസ് ഡേ 2025 തീം എന്താണ്? ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാലിറ്റി എംപവർമെൻറ്റ്. നെക്സ്റ്റ് വൺ, വേൾഡ് ടൂറിസം ഡേ. എന്നാണ് വേൾഡ് ടൂറിസം ഡേ? സെപ്റ്റംബർ 7. അതിൻ്റെ തീം എന്താണ്? വേൾഡ് ടൂറിസം ഡേയുടെ 2025 തീം എന്താണ്? ആൻസർ ഈസ് ടൂറിസം
ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ ആണ് ആൻസർ. വേൾഡ് ടൂറിസം ഡേ 2025 തീം എന്ന് പറയുന്നത് ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ ആണ് വേൾഡ് ടൂറിസം ഡേയുടെ തീം. 2025 തീം എന്ന് പറയുന്നത് എന്താണ്? ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ. വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത്. വാട്ട്സ് ദ തീം? എന്താണ് 2025 വേൾഡ് എയ്ഡ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത്? ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ് വേൾഡ് എയ്ഡ്സ് ഡേ 2025 തീം. വാട്ട് ഈസ് ദ തീം ഓഫ് ഇൻ്റർനാഷണൽ മൂൺ ഡേ? ഇൻ്റർനാഷണൽ മൂൺ ഡേയുടെ തീം എന്ന് പറയുന്നത് വൺ മൂൺ വൺ വിഷൻ വൺ ഫ്യൂച്ചർ. വൺ മൂൺ വൺ വിഷൻ വൺ ഫ്യൂച്ചർ ആണ് ഇൻ്റർനാഷണൽ മൂൺ ഡേയുടെ തീം. വൺ മൂൺ വൺ വിഷൻ വൺ ഫ്യൂച്ചർ. ഇനി നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാംസ് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസിൻ്റെ നോക്കാം. The expanded CGTMSC scheme now covers dash for women-owned enterprises. The expanded CGTMSC scheme now covers dash percentage for women-owned enterprises. 90%. The scheme covers 90% loan for women entrepreneurs. വുമൺ ഓണ്ടർപ്രണേഴ്സിന് 90% ലോൺ കൊടുക്കുന്ന സ്കീമാണിത്. ദ എക്സ്പാൻഡഡ് CGTMSC scheme now covers 90% for women owned enterprises. 90% loan for women entrepreneurs. Next question. Objective of PM Asha Price Support Scheme. PM Asha Price Support സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? റെമ്യൂണറേറ്റ് പ്രൈസ് ഫോർ പ്രൊഡ്യൂസ്. റെമ്യൂണറേറ്റ് പ്രൈസ് ഫോർ പ്രൊഡ്യൂസ് ആണ് PM ആശ പ്രൈസ് സപ്പോർട്ടിൻ്റെ സ്കീം. സപ്പോർട്ട്സ് ഫെയർ prices and extend scheme till 2026. This scheme aims to prevent distressed sales by farmers and stabilize the price of essential commodities. Next question. Launch year of the National Sports Governance Bill. National Sports Governance Bill launch ചെയ്ത ഇയർ ഏതാണ്? 2025. 2025 നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ലോഞ്ച് ചെയ്തത്. നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ലോഞ്ച് ചെയ്ത ഇയർ 2025. ഹു ലോഞ്ച് ദ PM വിശ്വകർമ്മ സ്കീം ഫോർ ആർട്ടിഷ്യൻസ് ഇൻ 2025? PM വിശ്വകർമ്മ സ്കീം ഫോർ ആർട്ടിഷ്യൻസ് ഈ 2025 ലോഞ്ച് ചെയ്തത് ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് PM വിശ്വകർമ്മ സ്കീം ഫോർ ആർട്ടിഷ്യൻസ് ലോഞ്ച് ചെയ്തത്. ലോഞ്ചർ ഫോർ എംപവറിങ് ട്രഡീഷണൽ ആർട്ടിഷ്യൻസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ മാക്സിമം കവറേജ് ഫോർ സ്റ്റാർട്ടപ്പ് ലോൺ അണ്ടർ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അനൗൺസ്ഡ് ഇൻ 2025? എത്രയാണ് മാക്സിമം കവറേജ്? സ്റ്റാർട്ടപ്സിനുള്ള ലോണിൻ്റെ മാക്സിമം കവറേജ് എത്രയാണ്? 2025 അനൗൺസ് ചെയ്തത്. എത്രയാണ്? 1 crore. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The PM Suraj scheme is aimed at? PM Suraj scheme is aimed at
PM സൂര്യ സ്കീം എന്താണ് എയിം ചെയ്യുന്നത്? സോഫ്റ്റ് ലോൺസ് ടു OBC SC ഓൺടർപ്രണേഴ്സ്. OBC SC ഓൺടർപ്രണേഴ്സിനുള്ള ലോണാണ് PM Suraj. PM Suraj is a national-wide initiative aimed at uplifting and empowering the most marginal, used or backward segment of society. Launched to empower marginalized entrepreneurs. Next question. Which ministry launched Mere Javon Mere Dharohar portal? Which ministry launched it? Mere Javon Mere Dharohar എന്ന ആ ഒരു പോർട്ടൽ ആരാണ് ലോഞ്ച് ചെയ്തത്? ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് ടൂറിസം ആണോ, കൾച്ചറാണോ, റൂറൽ ഡെവലപ്മെൻ്റ് ആണോ, ഇൻഫർമേഷൻ ടെക്നോളജി ആണോ ഇത് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് കൾച്ചർ. മിനിസ്ട്രി ഓഫ് കൾച്ചറാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ടു ഡോക്യുമെൻറ്റ് ഇന്ത്യാസ് വില്ലേജ് ഹെറിറ്റേജ്, ദ ഇനിഷ്യേറ്റീവ് ഈസ് എ പാർട്ട് ഓഫ് നാഷണൽ മിഷൻ ഓൺ കൾച്ചറൽ മാപ്പിംഗ്. നെക്സ്റ്റ് വൺ, PM Jati Shakti Yojana. PM Jati Shakti Yojana focuses on multimodal infrastructure project. Multimodal infrastructure project ആണ് PM Jati Shakti Yojana ഫോക്കസ് ചെയ്യുന്നത്. മൾട്ടിമോഡൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്. ഫോക്കസസ് ഓൺ ബിൽഡിംഗ് വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. എന്താണ് അതിൻ്റെ പേര്? മൾട്ടി മോഡൽ ഇൻഫ്രാസ്ട്രക്ചർ ആര് ഫോക്കസ് ചെയ്യുന്നത്? PM ജാതി ശക്തി യോജന. PM ജാതി ശക്തി യോജന മൾട്ടി മോഡൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ്. വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. വിച്ച് സ്കീം സെലിബ്രേറ്റ് 50 years in 2025? 2025 50 വർഷം ആഘോഷിക്കുന്നത് ഏത് സ്കീമാണ്? ICDS ആണ്. ICDS ആണ് 50 വർഷം ആഘോഷിക്കുന്നത്. ICDSൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് ആണ് ICDS. 50 years ആഘോഷിക്കുന്നു. 2025 50ാം വാർഷികം ആഘോഷിക്കുന്ന സ്കീമാണ് ICDS, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ്. ഓക്കെ, നമുക്ക് സ്പേസ് ആൻഡ് സയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കാം. വിച്ച് ഏജൻസി ഡെവലപ്ഡ് വിക്രം 3201 മൈക്രോ പ്രോസസ്സർ ഫോർ സ്പേസ് ആപ്പ് ഇൻ ഇന്ത്യ? ഏത് ഏജൻസിയാണ്? ISRO ആണ് ആൻസർ. ISRO ആണ് ഡെവലപ്പ്. വിച്ച് ഏജൻസി ഡെവലപ്ഡ് വിക്രം 3201 മൈക്രോപ്രൊസസ്സർ ഫോർ സ്പേസ് ആപ്സ് ഇൻ ഇന്ത്യ? ISRO ആണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ കമ്പനി ലോഞ്ച്ഡ് SCOT, SCOT, the world's first commercial space debris monitoring satellite in 2025? ഏത് ഇന്ത്യൻ കമ്പനിയാണ് ലോഞ്ച് ചെയ്തതെന്ന്? SCOT എന്ന് പറയുന്നത് ഏത് ഇന്ത്യൻ കമ്പനിയാണ് ലോഞ്ച് ചെയ്തത്? ഡിജന്താരയാണ് ലോഞ്ച് ചെയ്തത്. ഡിജന്താര ലോഞ്ച്ഡ് SCOT, the world's first commercial space debris monitoring satellite. 2025 ലോഞ്ച് ചെയ്തു. Next question. Which mission did ISRO launch to study the sun in 2024? ഇതെല്ലാവർക്കും അറിയായിരിക്കും. സണ്ണിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ലോഞ്ച് നടത്തിയ ആ മിഷൻ ഏതാണ്? വിച്ച് മിഷൻ ഡിഡ് ISRO ലോഞ്ച് ടു സ്റ്റഡി ദ സൺ? ഏതാണ്? ആദിത്യ L1 അല്ലേ? ദ ഫസ്റ്റ് ഇന്ത്യൻ സോളാർ മിഷൻ ലോഞ്ച്ഡ് ഇൻ 2024 ആദിത്യ L1 ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ ഇൻഡിജിനിയസ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ BBRAAM successfully conducted flight tests recently by DRDO and IAF? Which
is the indigenous beyond visual range air-to-air missile. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എയർ-ടു-എയർ മിസൈൽ BVRAM successfully conducted flight test recently by DRDO and IAF. ഏതാണ് ഇതിനകത്ത് ആൻസർ? ആൻസർ ഈസ് അസ്ത്ര. അസ്ത്രയാണ്. Astra is the beyond visual range air-to-air missile successfully conducted flight test recently by DRDO and IAF. അസ്ത്ര മറക്കല്ല്, ഇമ്പോർട്ടൻ്റ് ആണിത്. ഓക്കെ, അസ്ത്രയെക്കുറിച്ചൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇവിടെ ഉണ്ട്, നിങ്ങളൊന്ന് റീഡ് ചെയ്തോണം. അബൌട്ട് അസ്ത്ര, ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഇൻഡിജിനിയസ് ഡെവലപ്പ് എയർ-ടു-എയർ മിസൈൽ launched from Sukhoi 30 MKI, developed by Defense Research and Development Organization and also IAF, Indian Air Force. Okay, IAF കൂടാണ്. It works on the beyond visual air-to-air missile technology. Okay, very important. And next one, which country became the first to land on moon south pole in 2023? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഈസി. ഇന്ത്യ ഫസ്റ്റ് കൺട്രി ടു ലാൻഡ് ഓൺ മൂൺ സൗത്ത് പോളിലാണ്. ആൻഡ് ചന്ദ്രയാൻ 3 ആണത്. ചന്ദ്രയാൻ 3 ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Artemis 2 mission will take astronauts to Artemis 2 mission will take astronauts to moon ഓർബിറ്റിലാണ്. നാസയുടെ മിഷൻ പ്ലാൻഡ് ഫോർ 2025. Artemis 2 mission. Okay. What is ESA's Jupiter Icy Moon Explorer called? What is ESA's Jupiter Icy Moon Explorer called? Answer is JUICE. JUICE. That's the answer. Mission to study Jupiter's moon. ESA's Jupiter Icy Moon Explorer mission is called JUICE. JUICE, which is short for Jupiter Icy Moons Explorer. Jupiter Icy Moon Explorer. Next question. Which Indian state installed Asia's largest 3D printed building in 2025? 2025 3D printed building വന്നത് കേരളത്തിലാണ്. The Indian state that installed Asia's 3D printed building in 2025 is Kerala. Specifically, the building named Amaze 28 is located in Thiruvananthapuram. Amaze 28. Next film and arts നോക്കാം. Who won Best Actor at the National Film Award 2025? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു ഫിലിം അവാർഡായിരുന്നു അല്ലേ, എല്ലാവർക്കും അറിയാം. ഷാരൂഖ് ഖാനും പിന്നെ ഒരാളും കൂടെ ഉണ്ട്, വിക്രാന്ത് മാസെ. ഓക്കെ, ഷാരൂഖ് ഖാന് ജവാനും വിക്രാന്ത് മാസേക്ക് 12th ഫെയിൽ എന്ന സിനിമയ്ക്കുമാണ് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വോൺ ബെസ്റ്റ് ആക്ട്രസ് അറ്റ് ദ നാഷണൽ ഫിലിം അവാർഡ് 2025? ബെസ്റ്റ് ആക്ട്രസ് ആരായിരുന്നു? അതും എല്ലാവർക്കും അറിയായിരിക്കും, റാണി മുഖർജിയാണ്. റാണി മുഖർജി മിസ് ഏത് ഫിലിമിനാണ്? മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. ചാറ്റർജി വേഴ്സസ് നോർവേക്കാണ് റാണി മുഖർജിക്ക് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയത്. വിന്നർ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അറ്റ് ദ 2025 നാഷണൽ ഫിലിം അവാർഡ്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഏതായിരുന്നു 2025? 12th ഫെയിലാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം. ഓസ്കാർ 2025 ബെസ്റ്റ് പിക്ചർ വിന്നർ ഏതാണോ? 2025 2025 ഇതിനകത്ത് ഏത് ഫിലിമാണ് ബെസ്റ്റ് ഓസ്കാർ പ്രൈസ് കിട്ടിയത് ബെസ്റ്റ് ഫിലിമിന്? ആൻസർ ഈസ് അനോറയ്ക്കാണ് കിട്ടിയത്. ബെസ്റ്റ് ആക്ടർ അറ്റ് ഓസ്കാർ 2025. ബെസ്റ്റ് ആക്ടർ ആരായിരുന്നു 2025 ഓസ്കാർ അവാർഡ്? ബെസ്റ്റ് ആക്ടർ
അഡ്രിൻ ബ്രോഡിയാണ് 2025 ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയത് അഡ്രിൻ ബ്രോഡിക്കാണ് ഫോർ ഹിസ് ലീഡ് റോൾ ഇൻ ദ ബ്രൂട്ടലിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ആക്ട്രസ് അറ്റ് ഓസ്കാർ 2025. ബെസ്റ്റ് ആക്ട്രസ് ആരായിരുന്നു? മൈക്കി മാഡിസൺ ആയിരുന്നു ബെസ്റ്റ് ആക്ട്രസ്. മൈക്കി മാഡിസന് അനോറ എന്ന ഫിലിമിലെ പെർഫോമൻസിനാണ് കിട്ടിയത്. ബെസ്റ്റ് ആക്ട്രസ് മൈക്കി മാഡിസൺ, അനോറ, ഓസ്കാർ പ്രൈസ് കിട്ടിയത്. വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ 2025? കാൻസ് ഫിലിം ഫെസ്റ്റിവൽ 2025 എവിടെയാണ് നടക്കുന്നത്? കാൻസിലാണ്, ഫ്രാൻസ് ആണ് കേട്ടോ. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ കാൻസ്, ഫ്രാൻസ്. നെക്സ്റ്റ് വൺ, മിസലേനിയസ് കറണ്ട് അഫേഴ്സ്. ഇന്ത്യാസ് പോപ്പുലേഷൻ ഇൻ 2025 സർപ്പാസ്ഡ് വിത്ത് ഫിഗർ. ഇന്ത്യയുടെ പോപ്പുലേഷൻ 2025 എത്രയാണ്? 1.46 മില്യൺ, 1.46 ബില്യൺ. ഇന്ത്യയുടെ പോപ്പുലേഷൻ 2025 1.46 ബില്യൺ. ഇന്ത്യ റിമെയിൻസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലസ് നേഷൻ. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇപ്പോൾ ഇന്ത്യയിലാണ്. കൺട്രി ടോപ്പിംഗ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025. സ്വിറ്റ്സർലാൻഡ്. Okay, which Indian city ranked first in Swachh Surakshan 2024? Which Indian city? Swachh Surakshan 2024. ഏത് ഇന്ത്യൻ സിറ്റിയാണ്? Indore is the answer. Retain the cleanest city. Cleanest city ടൈറ്റിൽ കിട്ടിയത് ഇൻഡോറിനാണ്. എന്താണ്? സ്വച്ഛ് സർവേക്ഷൻ 2024 അവാർഡ് കിട്ടിയത്. റാങ്കിങ് നോട്ട് അവാർഡ്, റാങ്കിങ് കിട്ടിയ സിറ്റി ഇൻഡോറാണ്. റീറ്റെയിൻ ദ ക്ലീനസ്റ്റ് സിറ്റി ടൈറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യാസ് റാങ്ക് ഇൻ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ്? 105 ആണ്. ഔട്ട് ഓഫ് 127 countries, 105. Next one, which country became the newest member of NATO in 2024? Newest member of NATO ആരാണ്? ഏത് കൺട്രിയാണ്? സ്വീഡൻ is the answer. Officially joined NATO in 2024. സ്വീഡൻ നാറ്റോയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തത് സ്വീഡനാണ്. Who became UN Secretary General for a third term in 2025? ആരാണ് UN സെക്രട്ടറി ജനറൽ? അന്റോണിയോ ഗട്ടേഴ്സ് ആണ് UN സെക്രട്ടറി ജനറൽ. ടേം എക്സ്റ്റെൻഡഡ് ഫോർ എ തേർഡ് ടേം. ഹോസ്റ്റ് ഓഫ് ഏഷ്യൻ ഗെയിംസ് 2030. 2030 ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? ദോഹ ഇസ് ദ ആൻസർ. 2034 2034 ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് റിയാദ്, സൗദി അറേബ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അച്ചീവ് 100% ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ അണ്ടർ ജൽ ജീവൻ മിഷൻ. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അച്ചീവ് 100% ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ അണ്ടർ ജൽ ജീവൻ മിഷൻ ഏതാണ്? ഗോവയാണ്. First to achieve universal rural tap water supply, Goa has become the first state in the country to provide 100% tap water connection covering 2.30 lakh household. 2.30 lakh household. Next question, India's GDP growth rate in FY 2024-2025 as per IMF estimate. എത്രയാണ് ഇന്ത്യയുടെ GDP growth rate? 2024-2025 വർഷം 7%. Next question, both the Prithvi 2 and Agni 1
ബാലിസ്റ്റ് മിസൈൽസ് were successfully test fired from. എവിടെ നിന്നാണ് പൃഥ്വി 2ഉം അഗ്നി 1ഉം സക്സസ്ഫുള്ളി വിക്ഷേപിച്ചത്? എവിടെ നിന്നാണ്? ആൻസർ ഈസ് ഒഡീഷ. ഒഡീഷയിൽ നിന്നാണ് പൃഥ്വി 2ഉം അഗ്നി 1ഉം സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തത്. പൃഥ്വി 2, അഗ്നി 1, ഒഡീഷ. ഒഡീഷയിൽ എവിടെ? ചാന്ദിപ്പൂരിലാണ് ഒഡീഷ. ഓക്കെ, പൃഥ്വി 2, അഗ്നി 1, ഒഡീഷ. Which state has launched India's first ever mining tourism initiative? India's first ever mining tourism initiative എവിടെയാണ്? ജാർഖണ്ഡിലാണ് ലോഞ്ച് ചെയ്തത്. ജാർഖണ്ഡ് launched India's first ever mining tourism initiative. Who was the first recipient of Rajiv Gandhi Khel Ratna Award? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ആദ്യം കിട്ടിയത് ആർക്കാണ്? വിശ്വനാഥൻ ആനന്ദ്, ചെസ് മാസ്റ്റർ അല്ലേ. ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് വിശ്വനാഥൻ ആനന്ദ് 91-92 സ്പോർട്സ് സീസണിലാണ് കിട്ടിയത്. Which country conducted the Drone Prahar exercise to test drone technologies in combat zone? ഡ്രോൺ പ്രഹാർ എക്സസൈസ് നടത്തിയ കൺട്രി ഏതാണ്? ഇന്ത്യയാണ്. ഡ്രോൺ പ്രഹാർ എക്സസൈസ് ടു ടെസ്റ്റ് ഡ്രോൺ ടെക്നോളജീസ് ഇൻ കോമ്പാക്ട് സോൺ. Which state recently inaugurated the International Saraswati Mahotsav? ഇന്റർനാഷണൽ സരസ്വതി മഹോത്സവ് ഇനോഗ്രേറ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? ഇന്റർനാഷണൽ സരസ്വതി മഹോത്സവം ഹരിയാനയാണ് ഇന്റർനാഷണൽ സരസ്വതി മഹോത്സവം ഇനോഗ്രേറ്റ് ചെയ്തത്. ഹരിയാന CM നയാബ് സിംഗ് സൈനി ഇനോഗ്രേറ്റഡ് ദ ഇന്റർനാഷണൽ സരസ്വതി മഹോത്സവം 2025 at Adibadri, the place where the river is believed to have originated in Yamunanagar district. ഹരിയാന ഇൻ്റർനാഷണൽ സരസ്വതി മഹോത്സവം ഇനോഗ്രേറ്റ് ചെയ്തത് ഹരിയാനയിലാണ്. വിച്ച് മിഷൻ ഡിഡ് ISRO ലോഞ്ച് ടു സ്റ്റഡി ദ സൺ ഇൻ 2024? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആദിത്യ L1. Who among the following Indian women cricketers was appointed as DSP in UP Police? UP പോലീസിൽ DSP ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഇന്ത്യൻ വുമൺ ക്രിക്കറ്റർ ആരാണ്? ദീപ്തി ശർമ്മയാണ്. ദീപ്തി ശർമ്മ. UP ഗവൺമെൻറ് ഓണർഡ് ഹർ വിത്ത് ദ പൊസിഷൻ ആൻഡ് എ ക്യാഷ് റിവാർഡ് ഫോർ ഹർ അച്ചീവ്മെൻറ്റ് ഇൻ ക്രിക്കറ്റ്. ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസ് ആയിട്ടാണ് ദീപ്തി ശർമ്മനെ അപ്പോയിൻറ്റ് ചെയ്തത്. വിച്ച് സ്കീം വാസ് ലോഞ്ച് റീസെൻ്റ്ലി ബൈ ദ ഗവൺമെൻറ് ടു പ്രൊവൈഡ് ലോൺ ഗ്യാരണ്ടി ഫോർ MSMEs? മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ MSMEs ആണ്. ലോൺ ഗ്യാരണ്ടീസ് ഫോർ MSME ഏത് സ്കീം? മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ MSME. ഓക്കെ, വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ? Ganga is the largest river. Which country became the first to land on moon south pole? ഇത് നമ്മൾ പറഞ്ഞതാണ്, ഇന്ത്യ. ചന്ദ്രയാൻ 3 ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. Artemis 2 mission will take astronauts to moon orbit. What is CSA's Jupiter Icy Moon Explorer? ഇത് നമ്മൾ പറഞ്ഞതാണ്, JUICE. Which city will host Cannes Film Festival 2025? Cannes. അത് നമ്മൾ പറഞ്ഞതാണ്. Countries topping Global Innovation Index. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. അതും നമ്മൾ പറഞ്ഞതായിരുന്നു. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അച്ചീവ് 100% FHTS അണ്ടർ ജൽ ജീവൻ മിഷൻ, ഗോവ. ഓക്കെ, താങ്ക് യു. അന്നേരം
ഇത്രയുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കറണ്ട് അഫേഴ്സ്. If you have some more, you can comment in the comment box. Thank you. If you like this video, please like, share and subscribe this channel. Thank you and all the best for your studies.